മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ചാടിപ്പോയ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിലേക്ക്. ചോദ്യം ചെയ്യാൻ രാവിലെ 10-ന് എത്തണമെന്ന നോട്ടീസ്. ഉച്ചകഴിഞ്ഞ് 3:30-ക്ക് എത്തിക്കാമെന്ന അച്ഛൻ. 1 മാസത്തെ കോൾ ലോഗ് പരിശോധിച്ച അന്വേഷണ സംഘം. ഷൈൻ താമസിച്ച ഹോട്ടലുകളിലെ സന്ദർശകരുടെ ലിസ്റ്റും എടുത്തു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ചർച്ച 2 വഴിക്ക്. VS ജോയ്ക്കായി PV അൻവർ സമ്മർദ്ദം ശക്തമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ഇനി മാധ്യമങ്ങളോട് മിണ്ടില്ലെന്ന് അൻവർ. ഇടത്ത് ഇക്കുറിയും സ്വതന്ത്ര പരീക്ഷണത്തിന് സാധ്യത. വനിതാ CPOമാരുടെ പ്രതീക്ഷ അസ്തമിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടരുന്നു. ആരാകും പുതിയ പോലീസ് മേധാവി എന്ന വൈകാതെ അറിയാം. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക കേന്ദ്രത്തിന്റെ പരിഗണനയിൽ. സീനിയോറിറ്റിയിൽ മുന്നിൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും. MR അജിത് കുമാറും പട്ടികയിൽ. ആലപ്പുഴയിൽ KSFA ഉദ്യോഗസ്ഥന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. ഭാര്യയുടെ പേരിലെ ചിട്ടി കീടുവെച്ചത് ആപ്പൂർ സ്വദേശിയുടെ സ്ഥലത്തിന്റെ ആധാരം. ചായക്കടക്കാരായ വീട്ടുടമസ്ഥർ തട്ടിപ്പറഞ്ഞത് ജപ്തി നോട്ടീസ് കിട്ടിയപ്പോൾ. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളിൽ ഉദ്യോഗസ്ഥരുണ്ടെന്നും സംശയം. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചു. അപകടം മുസ്തഫാബാദിൽ. കെട്ടിടത്തിനടിയിൽ 10-ലധികം പേരുണ്ടെന്ന് പോലീസ്. രക്ഷാപ്രവർത്തനം തുടരുന്നു. പ്രയാഗ്രാജിൽ കുംഭമേള കഴിഞ്ഞ് ടെന്റുകൾ സൂക്ഷിച്ച ഗോഡൌണിൽ തീപിടുത്തം. വിശദമായ വാർത്തകൾ നോക്കാം. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഉച്ചയ്ക്ക് 3 മണിക്ക് എറണാകുളം നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാക്കാമെന്നാണ് ഷൈന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് പോലീസ് ഷൈന്റെ തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, എന്തിനാണ് പോലീസിനെ കണ്ടപ്പോൾ ചാടി ഓടി രക്ഷപ്പെട്ടത് എന്നതിന് ഉത്തരം പറയുക എന്നതാണ് പ്രധാനം. അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഷൈൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പലയിടത്തും സൂചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഷൈനെ കാണാൻ വന്നത് ആരൊക്കെ, ഷൈന്റെ ഫോൺ കോൾ രേഖകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഓടിയതിന്റെ കാരണം പോലീസിന് വ്യക്തമാവുമോ? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുക? ശ്രീജൻ, രാവിലെ തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 10:30 തന്നെ ഷൈൻ എത്താനുള്ള ഒരു സാധ്യതയാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. നേരത്തെ തന്നെ 3 മണിയോടുകൂടി മാത്രമേ ഷൈൻ എത്തുകയുള്ളൂ എന്നായിരുന്നു കുടുംബ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ രാവിലെ തന്നെ ഷൈൻ എത്തിയേക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. എന്തായാലും അന്ന് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തി പരിശോധന നടത്തിയപ്പോൾ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്നൊരു ചോദ്യത്തിലായിരിക്കും പ്രധാനമായും ഉത്തരം തേടേണ്ടത്. ഇതിൽ ആ ഒരു ഉത്തരത്തിൽ പോലീസിന് ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മറുപടി അതിൽ പോലീസ് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും തുടർ നടപടികളും ഒന്നും ഇല്ലാതെ പോവുക. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ചെറിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഈ ഹോട്ടലിൽ അന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ വേദാന്ത ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അന്ന് ഷൈൻ ടോം ചാക്കോയെ കാണാൻ ആരൊക്കെ വന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും പോലീസിൻ്റെ കയ്യിലുണ്ട്. ഒപ്പം ഷൈൻ ടോം ചാക്കോയുടെ കോൾ ലിസ്റ്റുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഷൈൻ ടോം ചാക്കോ ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്നത് പ്രധാനമായും പോലീസ് തേടിയിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു സംശയത്തിലേക്ക് നയിച്ചത് പോലീസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഹോട്ടലിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് കൊച്ചി നഗരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അയാൾ ഈ ഹോട്ടലിൽ എത്തി എന്നുള്ളൊരു വിവരം ഡാൻസ് ഓഫിന് ലഭിച്ചതിനെ തുടർന്നാണ് ആ ഹോട്ടലിലേക്ക് എത്തിയത്. പക്ഷെ ആ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതായിക്കോട്ടെ ഷൈൻ ടോം ചാക്കോയും. അങ്ങനെ പോലീസിനെ കണ്ട് ഇറങ്ങി ഓടേണ്ട ആവശ്യം എന്താണെന്നാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ വെറുതെ ഉള്ളൊരു ഓട്ടമല്ല, 3-ാമത്തെ നിലയിൽ നിന്നും 2-ാമത്തെ നിലയിലേക്ക് ചാടുന്നു. ആ
ചാടുന്നതിനിടയിൽ അതിൻ്റെ ഈ ഷീറ്റ് പൊട്ടുന്ന സാഹചര്യം, നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്നും ഇറങ്ങി സ്റ്റെയർ വഴിയാണ് ഓടി രക്ഷപ്പെടുന്നത്. അതും റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബൈക്ക് കൈകാണിച്ച് നിർത്തി ആ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു. ഇതൊക്കെ വളരെ സിനിമയിൽ മാത്രം കാണുന്ന തരത്തിലുള്ള രംഗങ്ങളായിരുന്നു അന്ന് ആ ഹോട്ടലിൽ അരങ്ങേറിയത്. അങ്ങനെ ഇത്രയൊക്കെ രീതിയിലേക്ക് പോലീസിനെ കണ്ട് ഓടണമെങ്കിൽ അതിൽ പ്രധാനമായും ഒരു കാര്യം മാത്രമായിരിക്കും ലഹരി. അത് ഷൈൻ ഉപയോഗിച്ചിരുന്നു, അത് ഷൈൻ്റെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു. ഇതാണ് പോലീസിന്റെ സംശയം. എന്തായാലും നിയമോപദേശമൊക്കെ തേടിയതിനു ശേഷമാണ് ഷൈൻ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുന്നത്. കൃത്യമായ ഉത്തരം പഠിച്ചു തന്നെയായിരിക്കും ഷൈൻ പോലീസിന് മുന്നിൽ എത്തുക. ഷൈനെ സംബന്ധിച്ച് ഓടിയതിൻ്റെ ഷൈൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞ വിശദീകരണമൊക്കെ നമ്മൾ കേട്ടതാണത്. കൊച്ചിയിൽ മാരത്തോണൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ, അങ്ങനെ ചേട്ടനും മാരത്തോണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു എന്നൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള ന്യായീകരണമാണ് സഹോദരൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെ ആയിരിക്കും ഷൈനുമൊക്കെ പോലീസിന് നൽകുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അത് തേടിയേ മതിയാകൂ, അത് കിട്ടിയേ മതിയാകൂ. അതുവരെ തുടർ നടപടികളുമായി അല്ലെങ്കിൽ പുതിയ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം. 10:30 ഷൈൻ ടോം ചാക്കോ സ്റ്റേഷന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്കറിയാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഷൈൻ ടോം ചാക്കോ അല്പസമയത്തിനുള്ളിൽ എത്തുന്നത്. സെൻട്രൽ ACP ജയകുമാർ സാറിന്റെ നേതൃത്വത്തിലായിരിക്കും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലും പുരോഗമിക്കുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ഉച്ചയ്ക്ക് ശേഷമൊന്നും ആവില്ല, ഒരു 10:30 തന്നെ ഷൈൻ ഒരു പക്ഷേ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ വരുന്നത്. എന്തിനാണ് ചാടി ഓടി രക്ഷപ്പെട്ടത് എന്നതിന് ഷൈൻ ഉത്തരം പറയേണ്ടി വരും. ഒപ്പം ഷൈൻ്റെ കാണാൻ വന്നവരുടെ ഷൈൻ്റെ ഫോൺ കോൾ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ ഓട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, അല്ലെങ്കിൽ ഇനി പോലീസിനോട് കൃത്യമായി മറുപടി പറഞ്ഞാൽ പോലും ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ ഈ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തീരുമാനിക്കുക. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. ഒറ്റ പേരിലേക്ക് എത്താനുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം UDFന്റെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായി. VS ജോയിക്ക് വേണ്ടി PV അൻവർ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാടിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിലമ്പൂരിലെത്തുമെന്നാണ് സൂചന. അതിനിടെ PV അൻവറുമായി KPCC അധ്യക്ഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. DCC അധ്യക്ഷനെ തീരുമാനിച്ചപ്പോൾ മുതൽ പാർട്ടി തന്നോട് നീതി കാണിച്ചിട്ടില്ലെന്ന അമർഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ നീതി നിഷേധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്ത്. ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ നേരിൽ കണ്ട് ഷൗക്കത്ത് തന്റെ പരിഭവം പങ്കുവച്ചതിന് പിന്നാലെയാണ് VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദ നീക്കവുമായുള്ള PV അൻവറിന്റെ പരസ്യ പ്രസ്താവന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച പരസ്യ പ്രതികരണം അൻവർ തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. അതിനിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ അൻവറിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടത്തുന്ന പിടിവലി അവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ തടസ്സങ്ങൾ നിലനിൽക്കെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തുന്നത് വിലപേശൽ നീക്കമാണെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ലീഗ് നേതൃത്വം പരസ്യമായി പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ആര്യാടൻ ഷൗക്കത്തിന്റെ തുടർ നീക്കങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ഉടൻ ചർച്ച നടത്തിയേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അതേസമയം UDF പ്രഖ്യാപനം വരും വരെ മാധ്യമങ്ങളുമായി പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ PV അൻവർ. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഡിമാൻഡ് റിക്വസ്റ്റായാണ് താൻ ജോയുടെ പേര് മുന്നോട്ട് വെച്ചതെന്നാണ് അൻവറിന്റെ പക്ഷം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നത് ആവർത്തിക്കുകയാണ് അൻവർ. 2026 മത്സരിക്കും, അതെവിടെ ആകും എന്ന് പറയാനാവില്ലെന്നും ന്യൂസ് 18 പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊപ്പം ചേരുന്നത് PV അൻവറാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ താങ്കൾ കാരണമാണല്ലോ. എങ്ങനെയാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. കേരളത്തിലെ പൊതുവായ ഒരു ഭരണവിരുദ്ധ വികാരം, അതിലപ്പുറം ഒരു ആൻറ്റി പിണറായി വികാരം നന്നായിട്ടുണ്ട്. പിണറായിസത്തിൻ്റെ കുടുംബാധിപത്യം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമാണ്. അവരുടെ ഒരു മാനസികമായ പിന്തുണ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന
എന്നെ വോട്ട് ചെയ്ത് എന്നെ MLA ആക്കിയ എന്നെ ആക്കിയ ജനമാണ് നിലമ്പൂരിലുള്ളത്. അവരോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടതും പറയേണ്ടതുമുണ്ട്. അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ യഥാർത്ഥ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടിയും അത് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ UDF പ്രവേശനമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനൊരു സാധ്യത കാണുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഒരു അല്ല, സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിലൊരു സീരിയസ് ഡിസ്കഷൻ, ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അത് അവർ തീരുമാനിക്കട്ടെ. അത് അവരാണല്ലോ പഠിക്കേണ്ടത്, അവർ പറയേണ്ടത്. നീണ്ടു പോകുന്നൊരു അവസ്ഥ അല്ല, നീണ്ടു പോകുന്ന അവസ്ഥയൊന്നുമില്ല. കാരണം നമ്മൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 5-8 മാസം 6-7 മാസങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ടുള്ള അതിനൊരു തീരുമാനം വരും എന്ന് തന്നെയാണ് കണക്ക്. തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷം ഇവിടെ അവരുടെ പ്രചാരണമൊക്കെ നടത്തുന്നത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസനങ്ങളാണ് ചർച്ചയാവുന്നത് എന്നുള്ളത്. PV അൻവർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് ബൈപ്പാസിന് തന്നെ കഴിഞ്ഞ ദിവസമാണ് 227 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നത്. ആ വിഷയത്തിലൊക്കെ അങ്ങ് MLA ആയിരിക്കുമ്പോൾ ഒരുപാട് ഇടപെട്ടതാണ്, നമ്മൾ സംസാരിച്ച വിഷയമാണ്. എങ്ങനെയാണ് ആ പ്രചാരണങ്ങളൊക്കെ? അല്ല, ആ പ്രചരണത്തെ ഇപ്പോൾ അവിടുത്തെ ഈ സ്ഥലം അക്വയർ ചെയ്യപ്പെട്ട ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിലും യാഥാർത്ഥ്യം എന്താ അവർ പറഞ്ഞത്? ഈ 227 കോടി, അതിന് മുമ്പ് ഒരു 150 കോടി, അതിന് മുമ്പ് ഒരു 120 കോടി, അതിന് മുമ്പ് ഒരു 100 കോടി, കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കോടികൾ വന്നിട്ടുണ്ട്. ഈ കോടിയൊക്കെ എവിടെ? അപ്പോൾ മുഹമ്മദ് റിയാസ് PWD മന്ത്രിയായതിനു ശേഷമാണ് നിലമ്പൂരിൻ്റെ വികസനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടത്. അതിൻ്റെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴേ ഞാൻ പറയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2016, 2021 വലിയ വികസനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ വികസനം നടത്തി 21-26 കാലഘട്ടത്തിൽ 2ാം പിണറായി ഗവൺമെൻറ് റിയാസിൻ്റെ വരവോട് കൂടിയിട്ടാണ് നിലമ്പൂരിൻ്റെ വികസനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുന്നത്. ബൈപ്പാസ് മാത്രമല്ല, ഹോസ്പിറ്റലിൻ്റെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ട്, മലയോര ഹൈവേ തടസ്സപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോളേജിൻ്റെ വിഷയം, സർക്കാർ കോളേജിൻ്റെ വിഷയം, മേജർ പ്രൊജക്റ്റുകൾ മുഴുവൻ തടസ്സപ്പെടുകയും പണം കിട്ടാതെ പോവുകയും ചെയ്തു. അതെന്തുകൊണ്ട്? അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ നിങ്ങൾ പലപ്പോഴും PV അൻവർ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു, അങ്ങനെ ഒരു ഡിസ്കഷനും വന്നിരുന്നു. എന്നെ സംബന്ധിച്ച് ഇനി അത് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കാറുള്ളത് ശരിയല്ല. ഞാൻ അവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു വഞ്ചനാത്മകമായ ഒരു നിലപാടായിട്ടാണ് ആളുകൾ ഇപ്പം ഇനി എന്തൊക്കെ അതിൽ വസ്തുതയുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല. ഞാൻ ആ പറഞ്ഞെടുത്ത് നിൽക്കും. പറഞ്ഞെടുത്ത് 2026 മത്സരിക്കും, അത് ഉറപ്പല്ലേ. മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ രാഷ്ട്രീയമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മത്സരിക്കും. അതാണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ചില രാഷ്ട്രീയ കാര്യങ്ങളുമാണ് PV അൻവർ പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതേസമയം നിലമ്പൂരിൽ UDF ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് AP അനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുക്കുന്നത് എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമാവുമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ തകർന്ന നിലയിലാണെന്നും അനിൽകുമാർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ പ്രചരണ. നമ്മോടൊപ്പം ചേരുന്നത് കോൺഗ്രസിന്റെ പ്രചരണ ചുമതലയുള്ള KPCC രാഷ്ട്രീയ സമിതി അംഗം AP അനിൽകുമാറാണ്. പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, ചുമരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്നാണ് പ്രവർത്തകരൊക്കെ പറയുന്നത്. എങ്ങനെയാണ് സാഹചര്യം? അല്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാന്നുള്ളത് കൂടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥിയും വരും. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ഞങ്ങൾ മുന്നോട്ട് പോയി. അൻവറിനെ കൊണ്ട് ഇടതുപക്ഷം നേടിയെടുത്ത മണ്ഡലം അൻവറിലൂടെ UDF തിരിച്ചെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും? ഞാൻ പറയട്ടെ, അതിനകത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ട്. AP അനിൽകുമാർ സംസാരിച്ചത് അതാണ് കണ്ടത്. ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ മുമ്പും പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ചരിത്രം കേരളത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു വിഷയമല്ല. അത് ഏത് സന്ദർഭത്തിലും തീരുമാനമുണ്ടാവും. PV അൻവർ എന്നുള്ളൊരു CPM സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. ഒരു സ്വാതന്ത്ര്യം നിർത്തുമ്പോൾ ഇത് കൂടുതൽ ഒരു PV അൻവർ എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്? PV അൻവറിൽ നിന്ന് ഒരു പാഠവും നമുക്ക് പഠിക്കാനില്ല. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിലപാടെടുത്തു.
CPM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിരുന്നു അൻവർ. പാർട്ടിക്കെതിരായ നിലപാടെടുത്തപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിവാക്കി. അൻവറാണ് MLA സ്ഥാനം സ്വയമായി രാജിവെച്ചത്. അതിനെ തുടർന്നാണ് ഇലക്ഷനിലേക്ക് എത്തിയത്. ആ ഇലക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്ത് നൽകുന്നത് കേരളത്തിലെ കഴിഞ്ഞ 2 ടേമിൽ തുടരുന്ന 2016-ലും 2021-ലും തുടരുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളാണ്. ജനക്ഷേമ നടപടികളും വൻ വികസന പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു അനുഭവമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം കൂടി ഇല്ലായിരുന്നു എങ്കിൽ വളർച്ച ഇതിനേക്കാൾ വളരെ വലുതാണ് കേരളത്തിൽ. അപ്പൊ ആ ഒരു സാഹചര്യത്തെ നേരിട്ട് കേരളത്തിന്റെ സ്വയം സാധ്യത ഉപയോഗപ്പെടുത്തി നികുതി കളക്ഷനും നികുതി പിരിവും അതുപോലുള്ള മറ്റ് വരുമാനവും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല വിജയമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇന്ന് സെക്രട്ടറിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ CPO-മാര് വനിതാ റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സമരം ഇന്ന് തീരുവാണ്. കാരണം ഇന്ന് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് തീരുകയാണ്. കഴിഞ്ഞ 18 ദിവസമായി ഇവർ ഈ പെൺകുട്ടികളായാലും അവിടെ മുന്നിലുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഉന്നയിച്ച ആ ഒരു സങ്കടം, ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവർക്ക് ഈ ജോലിക്ക് യോഗ്യതയില്ല, അർഹതയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് ആക്ഷേപിക്കാനല്ലല്ലോ, അത് അവരുടെ ഒരു യോഗ്യത നോക്കിയിട്ടുള്ള ഒരു വസ്തുത പറയാനല്ല. എന്തായാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടത്, എല്ലാ തലത്തിലും പരിശോധിക്കേണ്ടുന്ന പ്രശ്നമാണ്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണല്ലോ. അപ്പോൾ PSC എടുക്കുന്ന ഈ നിലപാട് ആണ് കേരളത്തിൽ തുടരുന്നത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നുള്ളൊരു സമീപനമൊന്നും ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇനി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് അതിന്റെ കാര്യമായിട്ട് ആലോചിക്കാവുന്നതാണ്. PSC ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക. ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അനുമോദ്, നിലമ്പൂരിൽ ഇത്തവണയും ഇടതുപക്ഷം ഒരു സ്വതന്ത്രനെ വെച്ചുള്ള പരീക്ഷണത്തിന് മുതിരുമോ എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത് സമയോചിതമായി തീരുമാനമെടുക്കുമെന്നാണ്. അൻവറിൽ നിന്ന് പാഠം പഠിച്ചില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്ത് പാഠമാണ് പഠിക്കാനെന്നാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പാഠം തന്നെയാണ് കിട്ടിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്വതന്ത്രൻ അത് സമാനമായ രീതിയിലാകുമോ എന്ന കൗതുകവും ആകാംക്ഷയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്, അങ്ങനെയുള്ള ചർച്ചകൾ മലപ്പുറത്ത് എത്രത്തോളം നടക്കുന്നുണ്ട്? ശ്രീജ, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് ഇപ്പോഴും ആലോചനയിലുള്ളത്. അതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെയോ അവിടെ ഉയർത്തി കാണിക്കാനില്ല എന്നതൊരു വസ്തുതയാണ്. M. സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം തന്നെ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. പിന്നീട് അവിടെ വരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക മാത്രമാണ്. അവിടെ തന്നെ LDF പ്രതീക്ഷ അർപ്പിക്കുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലഹങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറിയും അതേ തുടർന്ന് ഏതെങ്കിലും നേതാക്കൾ വിമതനായി പുറത്തു വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാതെയാണ് LDFിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷയുള്ളത്. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വീകാര്യരായ ആളുകളുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുമെന്നൊരു നിലപാട് തന്നെയാണ് LDFിനുള്ളത്. കാരണം കാലങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നേട്ടമുണ്ടാക്കിയ പൊന്നാനി ഒഴികെ എല്ലാ സീറ്റുകളിലും അത്തരത്തിലുള്ള പരീക്ഷണം നടത്തി തന്നെയാണ് ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിനും അതിനപ്പുറത്തേക്കല്ലാത്ത ഒരു സാധ്യത ഇടതുപക്ഷത്തിന് മുന്നിലില്ല.
നിലവിലുള്ള പട്ടികയിലെ പല പേരുകളും രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ ആളുകളുടേതാണ്. ഇപ്പോൾ നമ്മൾ യു ഷറഫ് അലി, അദ്ദേഹം സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. അതിന് പുറമെ മാത്യു സെബാസ്റ്റ്യൻ, അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും സജീവ പരിഗണന പട്ടികയിലുണ്ട്. അതുപോലെ പി ഷബീർ, അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. നിലമ്പൂർ എടക്കര സ്വദേശിയാണ്. VM ഷൗക്കത്തിൽ, അദ്ദേഹവും ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹവും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് താരതമ്യേന പുതുമുഖങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ പുതുമുഖങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ആളുകളുടെ പേരുകൾ മാത്രമാണ് എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പട്ടികയിലുള്ളത്. അതൊക്കെ എന്താണെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമേ അത്തരത്തിലുള്ള ആലോചനയിൽ കിടക്കൂ എന്ന് തന്നെയാണ് LDFന്റെ ഭാഗത്ത് നിന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു സാധ്യത, സ്വതന്ത്ര പരീക്ഷണമല്ലാതെ മറ്റൊരു സാധ്യത അവിടെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഇവിടെ കോൺഗ്രസിലെ ഈ സ്ഥാനാർത്ഥി തർക്കവും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും എങ്ങനെ ഗുണപരമായൊരു സാഹചര്യം തീർക്കും LDFനെ എന്നാണ് LDF ചിന്തിക്കുന്നത്. LDFന്റെ ആലോചന പുരോഗമിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ LDF കൺവീനർ ഇടതുപക്ഷത്തെ സംബന്ധിച്ച നിലപാട് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അൻവറിനെ പോലെ ഒരാളുടെ പൂർണ്ണമായ പിന്തുണയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പോലും അവിടെയും ആശയക്കുഴപ്പമാണ്. അത് VS ജോയിയുടെ പേരും ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും ഉയരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യം. സംസ്ഥാന നേതൃത്വം ഈ തർക്കത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് കരുതുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടലാവും ഉണ്ടാവുക? സംസ്ഥാന നേതൃത്വത്തിന് നിലവിൽ പല തവണ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഈ രണ്ട് നേതാക്കളുമായി VS ജോയിയുമായും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തുമായി ചർച്ച നടത്തിയെങ്കിലും രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് DCC അധ്യക്ഷന് തീരുമാനിച്ചപ്പോൾ മുതൽ നീതി നിഷേധം തുടങ്ങിയതാണ്. അപ്പോൾ താൻ DCC അധ്യക്ഷനാകേണ്ടതായിരുന്നു, താൻ അതിന് അർഹതയുള്ള വ്യക്തിയായിരുന്നു, പക്ഷേ തന്നെ പരിഗണിച്ചില്ല. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യം വരുമ്പോഴും സമാനമായ നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയാൽ അത് അംഗീകരിക്കാനാവില്ല എന്ന അമർഷം KPCC അധ്യക്ഷൻ K സുധാകരനെ കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിലെത്തി നേരിൽ കണ്ട് അദ്ദേഹം അറിയിച്ചതായാണ് സൂചന. അതിനു പിന്നാലെയാണ് PV അൻവർ VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പരസ്യ പ്രതികരണവുമായി ഇന്നലെ രംഗത്ത് വരുന്നത്. അതിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം PV അൻവർ ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ അത് പാർട്ടിയിൽ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഈ നിലപാടുകൾ വഴിവെക്കൂ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ ഇനി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതുവരെ നടത്തരുത് എന്ന് പറയാൻ KPCC അധ്യക്ഷൻ തന്നെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തും, ഇന്നോ അല്ലെങ്കിൽ നാളെയോ എന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത ആഴ്ച തന്നെ ഉണ്ടായേക്കുമെന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇരു നേതാക്കളും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഇരുവരുമായും ഹൈക്കമാൻഡ് പ്രതിനിധികൾ തന്നെ ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. DCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ചർച്ചകളിലൂടെ അഹമ്മദാബാദ് സമ്മേളനത്തിലടക്കം അത്തരത്തിലുള്ള സംസാരങ്ങൾ വന്നിരുന്നു. പക്ഷേ VS ജോയി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുകൂലികൾ അടക്കം അനുഭാവികൾ അടക്കം VS ജോയി തന്നെ മത്സരിക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തലവേദനയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇരു നേതാക്കളുമായും ചർച്ച നടത്തുമെന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് നാളെ നിലമ്പൂരിൽ വെച്ച് അടിയന്തരമായ ഒരു യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലൊക്കെ ഒരു കൂടിയാലോചന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും PV അൻവർ സമ്മർദ്ദ നീക്കം നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു സന്ദേഹം കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ, ഇതോടൊപ്പം ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആകുമോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ ഒരു നിര യുവ നേതാക്കളുടെ അടക്കം പുതുമുഖ നേതാക്കളുടെ അടക്കം പട്ടിക ഉണ്ടെങ്കിൽ പോലും ഒരു സ്വതന്ത്രൻ വന്നേക്കും. അതൊരു പക്ഷേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മതി എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരു ലക്ഷ്യമുണ്ടോ? ആ ഒരു സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. കാരണം
ആര്യടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ തുടർ നീക്കങ്ങളെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വം വലിയ ജാഗ്രതയോടെയാണ്, ഇടത് കേന്ദ്രങ്ങൾ വലിയ ജാഗ്രതയോടെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുനയ നീക്കങ്ങൾ വേഗത്തിൽ ഉണ്ടാകണമെന്നൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. CPM കേന്ദ്രങ്ങൾ ആര്യടൻ ഷൗക്കത്തിനെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഷൗക്കത്ത് അങ്ങനെ പാർട്ടി വിട്ടു പോകുമോ, അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ഷൗക്കത്ത് തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ അതിനുള്ള സാധ്യത പൂർണ്ണമായി അങ്ങ് തള്ളിക്കളയാനാവില്ല. എന്തായാലും രാഷ്ട്രീയമായി CPM കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം, കടുത്ത ഒരു പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ ഷൗക്കത്തിനെ ഒപ്പം ചേർത്താൽ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതിനു ശേഷം മാത്രം LDFന്റെ സ്ഥാനാർത്ഥി ആരെ എന്നൊരു തീരുമാനിച്ചാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് ഇടത് കേന്ദ്രങ്ങൾ എത്തുന്നു. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ ആര്യടൻ ഷൗക്കത്തും VS ജോയിയും തമ്മിലുള്ള തർക്കം രമ്യതയില്ലാതെ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസ് നേതൃത്വം മറ്റു വഴികൾ തേടും. ഈ രണ്ട് പേരുകൾ അല്ലാതെ മറ്റ് പേരുകളുടെ സാധ്യതകൾ കൂടി നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം. AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കുക. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയുള്ള ലീഗിന് കൂടി സ്വീകാര്യതയുള്ള മറ്റ് ഒരു സ്വതന്ത്രനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതാവിലേക്ക് കൂടി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഉദ്വേഗജനകമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. VS ജോയ് ആവുമോ അതോ ആര്യടൻ ഷൗക്കത്തായിരിക്കുമോ, ഇതൊന്നുമല്ലാത്തൊരു പേര് വരുമോ, ഇതറിയേണ്ടതുണ്ട്. ഒപ്പം UDFിലെ നിലപാട് എന്താണ്? UDFിൽ നിന്ന് പുകയുന്ന കൊള്ളികൾ പുറത്തേക്ക് വന്നാൽ ആ കൊള്ളി ഉപയോഗപ്പെടുത്താമോ എന്നതാണ് LDFന്റെ ആലോചന. അങ്ങനെ ചർച്ചകൾ വളരെ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച വരാനിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഉണ്ടാവും. UDF സ്ഥാനാർത്ഥി അറിഞ്ഞ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. UDFിൽ ഉണ്ടാകാനിടയുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനാണ് LDF ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആരാകും എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായേക്കും. തൊടുപുഴ തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശു പൊളിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വനം വകുപ്പ് കാട്ടുനീതി നടപ്പാക്കുകയാണ്. കൈവശാവകാശ ഭൂമിയിലെ കുരിശു പൊളിക്കാൻ വനം വകുപ്പിന് അധികാരമില്ല. മേഖലയിൽ റവന്യൂ വനം സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്നും ഉടൻ തന്നെ സർവേ നടത്താൻ ആവശ്യപ്പെട്ടുവെന്നും ഡീൻ പറഞ്ഞു. മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ആർക്കും നിഷേധിക്കാനാവില്ല. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച അവകാശം സ്ഥാപിക്കുകയല്ല ഇടവക ചെയ്തത്. പള്ളി കുരിശ് സ്ഥാപിച്ചത് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ്. ജനങ്ങളെ കുടിയിറക്കി വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ഇടത് സർക്കാരിന്റെ നയമാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ഇത് 60 വർഷമായി കൈവശാവകാശമുള്ള ഭൂമിയിലാണ്. ഒരു സ്വകാര്യ വ്യക്തി ഇടവക ദേവാലയത്തിന് സൗജന്യമായി നൽകിയിട്ടുള്ള ഭൂമിയാണ്. വനംവകുപ്പിന് ഈ സ്ഥലത്തിന്റെ മേലെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിട്ടുള്ള ഭൂമി, അയാൾക്ക് കൈവശാവകാശമുണ്ട്. അവിടെ കയറി എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയേ മതിയാവും. ഇതൊന്നും ചെയ്യാതെ കടന്നു കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ വേണ്ടത്. വനം വകുപ്പ് കാട്ടുനീതി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ജില്ലയിലുള്ളത്. കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുത് മാറ്റിയിരുന്നു. കാളിയാർ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് അന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുരിശ് പിഴുതെടുത്തത്. 40-ാം വെള്ളി ദിനത്തിലാണ് കുരിശ് സ്ഥാപിച്ചതും വെഞ്ചരിപ്പ് നടത്തിയതും. ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ ഇന്നലെ കുരിശിന്റെ വഴി നടത്തിയത്. PS സാഗർ വിവരങ്ങളുമായി. സാഗർ, അതൊരു രാഷ്ട്രീയ തർക്കമായി കൂടി മാറുകയാണ്. ഇന്നിപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ വാക്കുകൾ വനം വകുപ്പ് കാട്ടുനീതി നടപ്പാക്കുന്നു, ഇത് ഇടത് സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് എന്നൊക്കെയാണ്. അവിടെ ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ സംഘർഷാന്തരീക്ഷമൊക്കെ മാറിയോ? ഈ രാഷ്ട്രീയമായി ഇതിനെ അവിടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ഈ തൊമ്മൻകുത്തിൽ സ്ഥാപിച്ച ഈ കുരിശ് സ്ഥാപിച്ച ഒരു നടപടി രാഷ്ട്രീയപരമായുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ആ കാര്യത്തിൽ ഒരു വ്യക്തത തന്നെയാണ് ഇന്നലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നമ്മോട് പറഞ്ഞത്. ഈ കുരിശു പൊളിച്ച നടപടി ഫാസിസ്റ്റ് നടപടിയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. മതസ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച് അവകാശം സ്ഥാപിക്കുകയല്ല ചെയ്തത്.
അതേപോലെ കുരിശ് 60 വർഷമായി കൈവശാവശമുള്ള ഭൂമിയിലാണ് സ്ഥാപിച്ചത്. ഈ ഭൂമിയായിട്ട് വനം വകുപ്പിന് യാതൊരു ബന്ധവുമില്ല. വനം വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒട്ടാകെ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നത്. വനം വകുപ്പിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിക്കണമെന്നാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കിയത്. ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്നലെ രാവിലെ ദുഃഖവെള്ളി ദിനത്തിൽ ഈ സഭയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. ഈ 40-ാം വെള്ളിയോടനുബന്ധിച്ചായിരുന്നു ഈ പ്രദേശത്ത് അന്ന് ഈ സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ച ഒരു നടപടി ഉണ്ടായത്. അതിനെ ഫോറസ്റ്റ് അധികൃതർ എത്തി ആ കുരിശ് പിഴുതു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ ഇവിടെ സ്വകാര്യ വ്യക്തി പള്ളിക്ക് സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് സഭയുടെ അവകാശവാദം. എന്നാൽ ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നതാകട്ടെ വനമേഖലയിലാണെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞത്. ആ ഒരു കാരണത്താലാണ് ഈ കുരിശ് ഇവിടെ പിഴുതു മാറ്റിയത്. ഇന്നലെ ഈ ദുഃഖവെള്ളി ദിനാചരണത്തിൽ ഈ കുരിശിന്റെ വഴി നടത്തിയത് ഈ കുരിശ് പിഴുതു മാറ്റിയ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പോലീസും വനംവകുപ്പ് അധികൃതരും ആദ്യം വിശ്വാസികളെ തടഞ്ഞു. എന്നാൽ ഈ വിശ്വാസികളെ തടഞ്ഞതിനെ വകവെക്കാതെ വിശ്വാസികളെല്ലാം ഈ കുരിശ് സ്ഥാപിച്ച അല്ലെങ്കിൽ പിഴുതു മാറ്റിയ ആ സ്ഥലത്ത് കയറി അവിടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് അവർ പിരിഞ്ഞത്. ചെറിയൊരു ഉന്തും തള്ളും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘർഷ രീതി അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസും അധികൃതർ ഇടപെട്ടാണ് ഇതിൽ തൽക്കാലം ഈ സ്ഥലത്ത് ഇവർ കയറി പ്രാർത്ഥന നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇന്നലെ കുരിശ് സ്ഥാപിക്കുകയാണെങ്കിൽ ആ കുരിശ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു പോലീസിനും വനം വകുപ്പിനും ഉള്ളത്. എന്നാൽ ഈ ഭൂമി പള്ളിക്ക് ദാനം കിട്ടിയതാണ്, ഇത് പള്ളിയുടെ കൈവശത്തിൽ ഇരിക്കുന്നതാണെന്നാണ് പള്ളി സഭാ അധികൃതർ വ്യക്തമാക്കുന്ന വിവരം. അതേസമയം ഇതിന് ജോയിന്റ് വെരിഫിക്കേഷൻ ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം മാത്രമേ വനം വകുപ്പിന് ഇതിലൊരു കൃത്യമായ ഒരു കാര്യം പറയാനാവൂ, ഇത് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാനാവൂ എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. എന്തായാലും ഈ ഭൂമിയിൽ തന്നെ കുരിശ് സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ വിശ്വാസികളുടെ ഒരു ആവശ്യം. ഈ വിശുദ്ധ ദിനം നാളെ ഈസ്റ്റർ കൂടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കുരിശ് സ്ഥാപിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. UDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ വനം വകുപ്പിനെതിരെ ഇടുക്കിയിൽ പല കാര്യങ്ങളും വനം വകുപ്പിനെതിരെയാണ് നിലപാടെടുക്കുന്നത്. കാരണം ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും വനംവകുപ്പ് വ്യാപകമായി യാതൊരു കാരണമില്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഈ വനം വകുപ്പിനെതിരെ വ്യാപകമായ ഒരു വിമർശനമാണ് ഉയരുന്നത്. ശ്രീജ, PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. വായ്പ എടുത്തയാൾ അറിയാതെ ആധാരമെടുത്ത് വേറെ വായ്പ തട്ടി എന്ന പരാതിയിൽ സസ്പെൻഷനിലായ KSFE ജീവനക്കാരൻ രാജീവിനെതിരെ വേറെയും പരാതി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ജാമ്യം നൽകിയ ആധാരം ഉടമ അറിയാതെ എടുത്ത് രാജീവ് കലവൂർ ബ്രാഞ്ചിൽ ഭാര്യയുടെ പേരിലുള്ള മറ്റൊരു ചിട്ടിക്ക് ഈടായി നൽകിയെന്നാണ് പരാതി. വീടും പുരയിടവും ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കിട്ടുമ്പോഴാണ് ചായക്കട തൊഴിലാളികളായ രവീന്ദ്രനും കുടുംബവും തട്ടിപ്പ് വിവരം അറിയുന്നത്. ന്യൂസ് 18 ഫോളോ അപ്പ്. KSFEയിൽ ഈടായി നൽകിയ ആധാരം ഉടമയറിയാതെ ജീവനക്കാരനായ രാജീവ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി ഉപയോഗിച്ച് കലവൂർ സ്വദേശി സുമയ്ക്ക് ജപ്തി നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് തെളിവടക്കമുള്ള പുതിയ പരാതി ന്യൂസ് 18 പുറത്തുവിടുന്നത്. KSFEയുമായി ബന്ധപ്പെട്ട മറ്റൊരു തട്ടിപ്പിന്റെ വിവരമാണ് ഇപ്പോൾ ആലപ്പുഴ കലവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അച്ഛനും അമ്മയും KSFEയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേയാൾ, അതായത് KSFEയിൽ ജീവനക്കാരനായ രാജീവിന് തങ്ങളുടെ ആധാരം നൽകിയിരുന്നു. അതിനുശേഷം ഇവർ വലിയ തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ്. ഇവർ പോലും അറിയാതെ പലയിടങ്ങളിലും ഇവരുടെ ആധാരം ഉപയോഗിക്കപ്പെട്ടു. ഒപ്പം തന്നെ പല ഇടങ്ങളിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നു. 8 ലക്ഷം രൂപ വായ്പയെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ബാധ്യതക്കാരാണ് ഇവരെന്ന് കാണിച്ചാണ് KSFEയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ഇവർക്ക് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ് ബന്ധുവും മാപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങുന്നത്. വായ്പയായി 8 ലക്ഷം രൂപ KSFEയിൽ നിന്ന് രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. മാസത്തിരിച്ചടവായി 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് KSFEയുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് കൂടിയായ രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വഴിക്ക് 8 ലക്ഷം രൂപയും തിരിച്ചടച്ചു. പിന്നീടാണ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിർധന കുടുംബം അറിയുന്നത്. ഞങ്ങള് 8 ലക്ഷം രൂപ മരുമകന് വീട് വെക്കാനായി എടുത്തു കൊടുത്തു. അത് എന്റെയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തുവാണ്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾ തിരികെ അടച്ചു നൽകുകയും
ഇപ്പോൾ KSFയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ 15 ലക്ഷം രൂപ അടക്കണമെന്നും പറയുന്നു. ഞങ്ങൾ 8 ലക്ഷം രൂപ മാത്രമേ കൈപ്പറ്റിയിട്ടുള്ളൂ. KSFയിൽ അടക്കാനായി നൽകിയ തുകയിൽ തിരിമറി നടന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. മാത്രമല്ല, ജീവനക്കാരൻ കൂടിയായ രാജീവിന്റെ അമ്മ, ഭാര്യ എന്നിവരുടെ പേരിൽ വിവിധ പണമിടപാടുകൾക്ക് ഈടായി ആധാരം ഉപയോഗിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കലവൂർ ബ്രാഞ്ചിലെ പ്രിയാമോയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും ചിട്ടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ ലോണിന് ഈടായി നൽകിയ ആധാരം എങ്ങനെ തങ്ങളറിയാതെ കലവൂർ ശാഖയിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്ക് ഈടായി ഉപയോഗിച്ചു എന്ന ചോദ്യവും കുടുംബം ഉന്നയിക്കുന്നു. വിവിധ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ചേർന്നുള്ള വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് കുടുംബം വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതിന് കൂട്ടുണ്ട്. അവൻ തന്നെയായി നടക്കത്തില്ല ഇത്രയും തുക എടുക്കാനായിട്ട്. അപ്പൊ അവരെയും കൂടെ വിശ്വസിച്ച് അവരും കൂടിയാണ് ഈ പണി ഇവൻ ചെയ്തിരിക്കുന്നത്. വേറെ ബ്രാഞ്ചുകൾക്ക് ഇതിന് പങ്കുണ്ട്? ഉണ്ട്, എല്ലാ ബ്രാഞ്ചുകൾക്കും ഉണ്ട്. കലവൂർ ബ്രാഞ്ചിലും ഉണ്ട്, ഈവൻ ബ്രാഞ്ചിലുള്ളവർക്ക് ഇതിന് കൂട്ടുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, നമുക്ക് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. അടച്ച 8 ലക്ഷം നഷ്ടമായെന്ന് മാത്രമല്ല 15 ലക്ഷത്തോളം രൂപ ബാധ്യതക്കാർ കൂടിയായി മാറിയിരിക്കുകയാണ് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും ഭാര്യയും. കലൂരി എല്ലാം പറയും, ഈവൻ ബ്രാഞ്ചിൽ ചെല്ലാൻ പറയും, ഈവനിങ് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ പറയും, റീഗൽ ഓഫീസിൽ ചെല്ലാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ പറയും പിന്നെയും കലൂരി. അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് KSFക്കാർ നടത്തിയിട്ടുണ്ട്. ഈ വെയിലത്തെയാണ് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും കൊണ്ട് നടക്കണം. ഞങ്ങൾ ആരോട് പറയാനാണ്? ഇവനെ വിശ്വസിച്ചും കൊണ്ടാണ് ഞങ്ങൾ പ്രമാണം കൊടുത്തത്. ഉദ്യോഗസ്ഥരോട് ചതിക്കുക. അതല്ലേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരാൻ, ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയും. അവൻ സപ്പോർട്ടായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേ പറയും അവർ വരുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ച് പോയ പുറകെ പിന്നെ അമ്മ ഈ മാമൻ വന്നിട്ടുണ്ടെന്ന് ഉടനെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും. അതേസമയം ക്രമക്കേട് നടത്തിയ രാജീവിനെ സസ്പെൻഡ് ചെയ്തതായി KSFE MD ഡോക്ടർ സാനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ എങ്ങനെ ഉടമയറിയാതെ എത്തിയെന്നതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും KSFE MD ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതിന്റെ ബേസിലായിരിക്കും ഞങ്ങളുടെ അന്വേഷണം നടത്തുക. ആ അന്വേഷണമായിരിക്കും ഈ തരത്തിലേക്ക് പുരോഗമിക്കുക. എന്തായാലും അത് ഞാൻ പരിശോധിക്കും. നിങ്ങൾ ആ പറഞ്ഞതിനകത്ത് 3 മാസമായിട്ട് വിജിലൻസിന് പരാതി കൊടുത്തിട്ട് അന്വേഷണം നടക്കുകയാണോ എന്നുള്ളത് പരിശോധിക്കണം. പക്ഷെ എന്റെ ശ്രദ്ധയിൽ ഇത് വന്നിരിക്കുന്നത് 1 മാസം മുന്നേ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1 മാസം മുന്നേ ഉള്ള പരാതികളാണെന്നുണ്ടെങ്കിൽ അത് യുക്തിസഹമായ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ഈ സമാനമായ രീതിയിൽ തന്നെ ചേർത്തല സ്കൂളിലെ പ്രധാന അധ്യാപിക, അവിടുത്തെ PTA അംഗങ്ങളായിട്ടുള്ള രക്ഷകർത്താക്കളുടെ വരെ വ്യാജമായ സാലറി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അർത്തുങ്കൽ ശാഖയിൽ നിന്ന് ഇതുപോലെ വായ്പ എടുത്ത് അവർക്കും ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. കുറ്റക്കാരിയായിട്ടുള്ള ലേഡി അതിനെ വളരെ വിദഗ്ധമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. ഞങ്ങളുടെ പ്രൊസീജിയറിന്റെ തന്നെ മിടുക്കുകൊണ്ടാണ് അത് പിടിക്കപ്പെട്ടത്. ഇതിനകത്ത് വിഷയം തോന്നുകയും നമ്മൾ ഒരാളെ നേരിട്ട് പോവുകയും ആ സമയത്ത് ഇത് ശരിയല്ല, ഇങ്ങനൊരു ആൾക്കാരില്ലായെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വിഷയം പൊങ്ങി വന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ അവരെ ക്ലോസ് ചെയ്തെന്നോ ബാക്കി ക്ലോസ് ചെയ്തില്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പോലീസ് കേസ് ആയ അതിന് അതിന്റേതായ ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ. പോലീസ് കേസല്ലേ. അതായത് KSFE എന്നുള്ള സർക്കാർ സ്ഥാപനത്തെ ആശ്രയിച്ച് വായ്പയ്ക്കായി വന്ന 2 ആളുകളാണ് ഇപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊരു ജീവനക്കാരൻ മാത്രം ഉൾപ്പെട്ടതല്ല, രാജീവ് എന്ന ജീവനക്കാരൻ മാത്രം ഉൾപ്പെട്ടതല്ല ഈ ഒരു റാക്കറ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ആധാരം പലയിടങ്ങളിലായി വായ്പയ്ക്ക് ഈടായി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യം ഉദ്യോഗസ്ഥരെ, കലവൂർ ബ്രാഞ്ചിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് മറച്ചു വെക്കുന്നതിനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ലീഗൽ നടപടികളിലേക്ക് അത് നീങ്ങിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കൂട്ടായ ഒരു റാക്കറ്റിന്റെ ഭാഗമായാണ് ഈ പാവപ്പെട്ടവർ കബളിപ്പിക്കലിന് ഇരയായിട്ടുള്ളതെന്നാണ്. തീർച്ചയായും സർക്കാർ സ്ഥാപനമാണ്, സർക്കാർ കൂടി ഇവർക്ക്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആലപ്പുഴ കലവൂർ ആപ്പൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. അഴിമതി കണ്ടെത്താൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ വിഷയത്തിൽ
ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് കെ എം എബ്രഹാം പറയുന്നത്. അതിനായി അദ്ദേഹം പറയുന്നത് ഈ ഫോൺ കോൾ വിശദാംശങ്ങളാണ്, ജോമോന്റെ ഫോൺ കോൾ വിശദാംശങ്ങളുമാണ്. ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ പരാതിയിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ജോമോൻ പുത്തൻപുരയ്ക്കിന്റെ ഇടപെടൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. 2 ഉന്നത ഉദ്യോഗസ്ഥർ, നേരത്തെ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ, അവർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം അവർ ജോമോനെ ആ രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും കെ എം എബ്രഹാം ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. കാരണം തനിക്കെതിരെ നേരത്തെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമ്പോൾ തന്നെ തനിക്കെതിരെ കെ എം എബ്രഹാമിന്റെ നീക്കമുണ്ടായി, സർക്കാർ ഗസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തു എന്ന ആരോപണമായിരുന്നു. ആ ആരോപണം ഉയരുകയും പിന്നീട് ഹൈക്കോടതി അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. ഇതേ കാര്യങ്ങളാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അഴിമതി പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പല ഉദ്യോഗസ്ഥരുമായും സംസാരിക്കേണ്ടി വരും. ആ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിവായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അന്വേഷണം തന്നിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു എന്ന കാര്യം കൂടി ജോമോൻ തന്റെ പരാതിയിൽ പറയുന്നുണ്ട്. കിഫ്ബിയുടെ ചുമതലയിൽ നിന്ന് ഒഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കെ എം എബ്രഹാം ജീവനക്കാരെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞാൽ താൻ രാജിവെച്ച് മാറാമെന്ന നിലപാടിലാണ് എബ്രഹാം ഉള്ളത്. ഏതായിരുന്നാലും CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി, അല്ലെങ്കിൽ അദ്ദേഹം അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം, ഇതിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CBI പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ജോമോൻ പുത്തൻപുരയ്ക്കലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കെ എം എബ്രഹാമിനെതിരെ. ഡൽഹി മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. പുലർച്ചെയാണ് 4 നില കെട്ടിടം തകർന്നു വീണത്. 10 പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ന് രാവിലെയാണ് ഈ കെട്ടിടം തകർന്നു വീണ വാർത്തകൾ വരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടോ? ശ്രീജ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കാരണം പുലർച്ചെ ഏതാണ്ട് 2:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ 4 നില കെട്ടിടമായിരുന്നു ഇത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് അറിയിച്ചിട്ടുള്ളത് 14 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ്. പക്ഷെ 4 പേർ കെട്ടിടത്തിന് അടിയിൽ കുടുങ്ങിയിരുന്നു. ഇവരെ പുറത്തെടുത്തെങ്കിൽ മരിച്ചു എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 8 മുതൽ 10 വരെ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം പുലർച്ചെ സമയമാണ്, ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം നടക്കുന്ന ഇവരെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലർക്കും രക്ഷപ്പെടാൻ കഴിയാതെ പോയത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സ്ഥലം MLA ഉണ്ട്, NDRF ഉണ്ട്, പോലീസ് ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ടൊരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് 8 മുതൽ 10 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും അപകടത്തിന്റെ കാരണം, ഈ കെട്ടിടം തകർന്നു വീഴാൻ ഇടയായ സാഹചര്യം എന്ത് എന്ന് അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദാരുണമായ സംഭവമാണ് ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം അല്പസമയത്തിനകം പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഭർത്താവ് ജിമ്മിയുടെ വീടിന് സമീപമുള്ള പള്ളിയിലാണ് പൊതുദർശനം. കഴിഞ്ഞ ദിവസമാണ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് ആരോപണങ്ങളുമായി ജിസ്മോളുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ജിമ്മിയുടെ വീട്ടിൽ ക്രൂരമായ മാനസിക പീഡനത്തിന് ജിസ്മോൾ ഇരയായി എന്നാരോപിച്ച് ഇന്നലെ ജിസ്മോളുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഇടവക പള്ളിയിൽ വേണം സംസ്കാരം എന്നൊരാവശ്യം കുടുംബം ഉന്നയിച്ചു. പക്ഷേ ജിസ്മോളുടെ കുടുംബം അതിന് വഴങ്ങിയില്ല. തുടർന്നാണിപ്പോൾ ജിസ്മോളുടെ തന്നെ ഇടവക പള്ളിയിൽ സെമിത്തേരിയിൽ സംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചതനുസരിച്ചാണ് ജിമ്മിയുടെ വീടിനോട് ചേർന്നുള്ള പള്ളിയിലെ പാരിഷ് ഹാളിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. ഗേറ്റ് അല്ലെങ്കിൽ ഷട്ടർ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. മുൻവശത്തേക്ക് വരാൻ പാടില്ല.
ഹൈക്കോടതിയിൽ അഭിഭാഷകയായ ജിസ്മോളും മക്കളായ നേഹയും നോറയും ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ നീറിക്കാട് പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് ചെറുകര സെൻറ് മേരീസ് ജ്ഞാനായ പള്ളി സെമിത്തേരിയിൽ 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകണമെന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും കുടുംബം സമ്മതിച്ചില്ല. തുടർന്നാണിപ്പോൾ വീടിനടുത്തുള്ള പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനം നടക്കുന്നത്. ജിമ്മിയുടെ വീട്ടിൽ കടുത്ത മാനസിക പീഡനങ്ങൾക്കാണ് ജിസ്മോൾ ഇരയായിരുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ അച്ഛനും സഹോദരനും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രായമുള്ള മക്കളെയും കൂട്ടിയാണ് ജിസ്മോൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അതിനു മുമ്പും ആത്മഹത്യയ്ക്ക് വീട്ടിൽ വെച്ചും ജിസ്മോൾ ശ്രമിച്ചിരുന്നു എന്നതാണ് വിവരങ്ങൾ. ചൊവ്വാഴ്ചയാണ് ജിസ്മോളും 2 മക്കളും പിഞ്ചു കുട്ടികളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. പുന്നത്തുറ പള്ളിക്കുന്ന് ഭാഗത്തായിരുന്നു സംഭവം. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതിനു മുൻപും ആത്മഹത്യ ചെയ്യാൻ ജിസ്മോൾ ശ്രമിച്ചിരുന്നതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ കുടുംബത്തിനെതിരെയും ജിമ്മിക്കെതിരെയും ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജിസ്മോളുടെയും കുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ പാലായിൽ നടക്കുക. ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ നിന്ന് കാണുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്.
ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ അയച്ച 6 പേരടങ്ങിയ പട്ടിക കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇതിൽ 3 പേരുടെ പേര് കേന്ദ്രം തിരിച്ചയക്കും. ഇതിൽ ഒരാളെയാകും സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കുക. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ. ഈ പേരുകളാണ് സംസ്ഥാനം കേന്ദ്രത്തിനയച്ചത്. ഇതിൽ 3 പേരുകൾ കേന്ദ്രം തിരിച്ചയക്കും. അതിലൊരാൾ സംസ്ഥാന പോലീസ് മേധാവിയാകും. സീനിയോറിറ്റി അനുസരിച്ച് 1ഉം 2ഉം സ്ഥാനത്തുള്ളത് നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറുമാണ്. 2 പേർക്കും പോലീസ് മേധാവിയാകാൻ താൽപര്യവുമുണ്ട്. BSF ചുമതലയുണ്ടായിരുന്നപ്പോൾ വീഴ്ച വരുത്തിയതിന് നിതിൻ അഗർവാളിനെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകുന്നതിനു മുൻപ് കേന്ദ്രം കേരളത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. പട്ടികയിൽ 6ാമതുള്ള MR അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണ സംഘം ക്ലീൻചിറ്റ് നൽകിയെങ്കിലും കോടതിയിൽ കേസ് അവസാനിച്ചിട്ടില്ല. സാധ്യത വളരെ വിരളമാണെങ്കിലും കേന്ദ്രത്തിന്റെ പട്ടികയിൽ അജിത് കുമാർ എത്തിയാൽ പോലും കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് തിരിച്ചടിയാകും. സീനിയോറിറ്റിയിൽ 3ാമതുള്ള യോഗേഷ് ഗുപ്തയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. TP സെൻകുമാറിന് ശേഷം ഒരു മലയാളി പോലും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒഴിവാക്കപ്പെട്ട സെൻകുമാർ നിയമ പോരാട്ടം നടത്തിയാണ് വീണ്ടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയത്. ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, നിലവിലെ DGP ഷേഖ് ദർവേഷ് സാഹിബ്. സെൻകുമാറിന് പിന്നാലെ വന്ന 3 മേധാവിമാരും മറ്റു സംസ്ഥാനക്കാരാണ്. നേരത്തെ പോലീസ് മേധാവി സ്ഥാനത്തെത്തുമെന്ന് കരുതിയ മലയാളികളായ A ഹേമചന്ദ്രൻ, R ശ്രീലേഖ, ഉടൻ വിരമിക്കുന്ന പത്മകുമാർ എന്നിവർ ഏറ്റവും ഉയർന്ന പദവിയിലെത്താതെ പോയ മലയാളികളുടെ പട്ടികയിലുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി IPL വിശേഷങ്ങളിലേക്ക്. IPL-ൽ മഴ മൂലം 14 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തകർത്ത് പഞ്ചാബ് കിങ്സ്. ചിന്നസ്വാമിയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ RCB നേടിയ 95 റൺസ് 11 ബോളുകൾ ശേഷിക്കെ പഞ്ചാബ് മറികടന്നു. മഴ മൂലം 14 ഓവറാക്കി ചുരുക്കിയ മത്സരം. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യറിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു ബൌളർമാരുടെ പ്രകടനം. ബാംഗ്ലൂർ സ്കോർ 26 റൺസിൽ നിൽക്കെ 1 റൺസെടുത്ത കോഹ്ലിയും 4 റൺസ് വീതമെടുത്ത ഫിൽസാൾട്ടും ലിവിങ്സ്റ്റണും പുറത്ത്. റൺസ് ഉയർത്താൻ ക്യാപ്റ്റൻ ജയത് പട്ടിദാർ ശ്രമിച്ചെങ്കിലും മറുവശത്ത് വിക്കറ്റ് 1-1 വീണു. പഞ്ചാബിനായി പന്തെറിഞ്ഞവരെല്ലാം വിക്കറ്റ് വീഴ്ത്തി.
He's coming underneath it. He's got a long way to go, but he is so tall. His hands can pull a cloud down. 23 റൺസ് എടുത്ത ബാംഗ്ലൂർ നായകൻ മടങ്ങുമ്പോൾ സ്കോർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ്. വമ്പൻ തകർച്ചയിൽ നിന്ന് ബാംഗ്ലൂരിനെ പിന്നീട് കരകയറ്റിയത് ടിം ഡേവിഡിന്റെ ഒറ്റയാൾ പോരാട്ടം. അടുത്ത സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ടിം ഡേവിഡ് ഹർപ്രീത് ബ്രാർ എറിഞ്ഞ അവസാന ഓവറിലെ അവസാന 3 പന്തിൽ നേടിയത് 21 റൺസ്. That is 50, a first 50 in Tata IPL for Tim David. He has slain a Goliath of a situation here. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് ഓപ്പണർമാർ നൽകിയത് മികച്ച തുടക്കം. എന്നാൽ അടുത്തടുത്ത ഓവറുകളിൽ ഓപ്പണർമാരെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെയും ജോസ് ഇംഗ്ലീസിനെയും മടക്കി ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും പഞ്ചാബിനെ സമ്മർദ്ദത്തിലാക്കി. സ്കോർ 53-ന് 4 വിക്കറ്റ്. പിന്നീട് ഒരു വശത്ത് നിലയുറപ്പിച്ച നെഹാൽ വധേര പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചു. That is a win for the Punjab Kings here at Chinnaswamy. Back-to-back wins. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. സ്വന്തം ആരാധകർക്ക് മുന്നിൽ ജയിക്കാൻ ബാംഗ്ലൂർ ഇനിയും കാത്തിരിക്കണം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. IPL ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ആദ്യ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഗുജറാത്തിന് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഡൽഹിയെ മറികടന്ന് 1ാം സ്ഥാനത്തെത്താം. വൈകിട്ട് 3:30 അഹമ്മദാബാദിലാണ് മത്സരം. 2ാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. തുടർ തോൽവികളിൽ നിന്ന് കരകയറാൻ രാജസ്ഥാൻ ഇറങ്ങുമ്പോൾ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താനാണ് ലക്നൌവിന്റെ പോരാട്ടം. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ഇതോടെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകളിൽ നമുക്കറിയാവുന്നതുപോലെ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം ഓടിത്തുടങ്ങിയതാണ്. അത് ഇന്ന് 10:30-യോടെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനോടി എന്ന് പറയണം, എവിടേക്കൊക്കെ ഓടി എന്ന് പറയണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ വാർത്തകൾ ഇങ്ങനെ നിരനിരയായി വരികയാണ്. ആ വാർത്തകളിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക്, വിശകലനങ്ങളിലേക്കൊക്കെ പോകാം. ന്യൂസ് 10-ൽ TG സജിത് ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം.